ആം ആദ്മി പാർട്ടി ബി ജെ പിയിൽ ലയിച്ചിട്ടില്ല, പക്ഷേ ഏതാണ്ട് ലയിച്ചേക്കും. ഏറ്റവും കുറഞ്ഞ പക്ഷം പഞ്ചാബിലെ ആം ആദ്മി പാർട്ടിയെങ്കിലും ബി ജെ പിയിൽ ലയിച്ചേക്കും. കാരണം ഇന്നലെ തന്നെ അവരുടെ 10 എം പിമാരാണ് ആകെ ഉള്ളത്. അതിൽ 7 ഉള്ളത് പഞ്ചാബിൽ നിന്നാണ്, 3 ഡൽഹിയിൽ നിന്നുള്ളത്. അതിൽ 6 പേര് പഞ്ചാബിൽ നിന്ന് ഇപ്പം തന്നെ പോയി കഴിഞ്ഞു, അങ്ങോട്ട് പോയി. ഒരാൾ ഡൽഹിയിൽ നിന്നുണ്ടായതും പോയി. അങ്ങനെ 7 പേര് ഇപ്പോൾ ടോട്ടലി ബി ജെ പിയിലേക്ക് എത്തിക്കഴിഞ്ഞു. അത് രാജ്യസഭ എം പിമാരാണെന്ന് ആലോചിക്കാം. ആ രാജ്യസഭ എം പിമാരാണ് 7 പേരും പോയേക്കുന്നത്. അപ്പോൾ അതിൽ രാഘവ് ചദ്ദ എന്ന് പറയുന്ന ഒരാളാണ്. അദ്ദേഹം പോകുമെന്നുള്ളത് നമുക്ക് ഏതാണ്ട് നേരത്തെ തന്നെ മുൻകൂട്ടി അറിയായിരുന്നു, മാസങ്ങൾക്ക് മുമ്പ്. കാരണം അദ്ദേഹത്തെ ഡെപ്യൂട്ടി ലീഡർ സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കിയിരുന്നു, കൂടാതെ സംസാരിക്കാൻ അവസരം കൊടുക്കരുതെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞിരുന്ന ഒരു എക്സ്പോസ്റ്റ് ഇട്ടിരുന്നത് എന്നെ നിശബ്ദനാക്കി, പക്ഷേ എന്നെ തോൽപ്പിക്കാനാവില്ല എന്ന് പറഞ്ഞ് പോസ്റ്റ് ഇട്ടിരുന്നു. അദ്ദേഹം അരവിന്ദ് കെജ്രിവാളിൻ്റെ ഒപ്പം തന്നെ ഫൗണ്ടർ മെമ്പറായിട്ടിരുന്ന ഒരാളാണ് ആം ആദ്മി പാർട്ടിയുടെ. അദ്ദേഹം ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റാണ്. കുറേ നാളുകളായിട്ട് അകൽച്ചയിലായിരുന്നു. കാരണം അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയപ്പോഴോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സംഭവങ്ങൾ ഉണ്ടായപ്പോഴൊന്നും പുള്ളി പ്രതികരിച്ചിട്ടില്ല. പുള്ളി ഐ ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട് ലണ്ടനിലായിരുന്നു എന്നാണ് പറയുന്നത്. ഐ ആം ഇൻ റൈറ്റ് പാർട്ടി നൗ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അല്ല, ഐ എം എ റൈറ്റ് പേഴ്സൺ, ഐ വാസ് എ റൈറ്റ് പേഴ്സൺ ഇൻ ദ റോങ് പാർട്ടി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇപ്പം മാറി എന്നാണ് പുള്ളി പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇത് മാറുമെന്നുള്ളത് നമുക്ക് അറിയായിരുന്നു. കാരണം അദ്ദേഹം നേരത്തെ തന്നെ പുറത്താക്കിയത്, ആം ആദ്മി പാർട്ടി ഡെപ്യൂട്ടി ലീഡർ സ്ഥാനത്ത് പുറത്താക്കുകയും രാജ്യസഭയിൽ സംസാരിക്കാൻ അവസരം കൊടുക്കാതിരിക്കുകയും ചെയ്തു. ആ രാജ്യസഭയിൽ അവസരം കൊടുക്കാതിരുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം തന്നെ അദ്ദേഹം രാജ്യസഭയിലെ പ്രസംഗങ്ങളെ സ്വന്തം പി ആറിന് വേണ്ടി ഉപയോഗിക്കുന്നു എന്നുള്ള വിമർശനമാണ് പാർട്ടിക്കകത്ത് നിന്നുണ്ടായത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ ഇദ്ദേഹം ഉയർത്തിയിട്ടുള്ള നിരവധി വിഷയങ്ങളുണ്ട്. ആ വിഷയങ്ങൾക്കൊക്കെ പക്ഷേ വലിയ ജനപ്രീതി കിട്ടിയിട്ട് മൊബൈൽ റീചാർജ് 28 ദിവസത്തേക്കാണ്. അപ്പോൾ 12 മാസം റീചാർജ് ചെയ്യേണ്ടതിന് 13 മാസത്തെ ലാഭം മറ്റേ മൊബൈൽ കമ്പനികൾ കൊള്ളയടിക്കുകയാണ്. വലിയ രീതിയിൽ ജൻസികളായിട്ട്. അല്ല, അതുകൂടാതെ ഇദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് സമൂസയായിരുന്നു. അതായത് മറ്റേ എയർപോർട്ടിലെ സമൂസകൾ 150-250 രൂപ മേടിച്ചാണ് കൊടുക്കുന്നത് ചായക്കും സമൂസക്കും ഒക്കെ. അപ്പോൾ അത് പോരാ എന്ന് പറയുന്നു. അതിൻ്റെ പുറത്ത് നടപടി ഉണ്ടായി. ഉഡാനിൻ്റെ ഒക്കെ മറ്റേ ചെറിയ ചായക്കടകൾ വന്നു എയർപോർട്ടിനകത്ത്. എന്നിട്ട് അദ്ദേഹം ഇവിടെ ഒന്ന് ചായ പിടിക്കുന്ന ഇതൊക്കെ എടുത്തിട്ടിരുന്നു. അങ്ങനെ പിന്നെ അദ്ദേഹം ഇതിനേക്കാൾ വലിയ പോപ്പുലിസ്റ്റ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നിർഭയ പോലെയുള്ള നിരവധി സംഭവങ്ങൾ ഉണ്ടാവും. അതിൽ മൈനറായിട്ടുള്ള ആളുകളും ഈ പറയുന്ന പോലെ മേജറായിട്ടുള്ള ആളുകളും എന്നുള്ള വ്യത്യാസമില്ലാതെ യഥാർത്ഥത്തിൽ മൈനറായിട്ടുള്ള ആളുകളെയും അതുപോലെ തന്നെ ശിക്ഷിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ നിരവധി കാര്യങ്ങൾ അദ്ദേഹം ഏറ്റെടുത്തിട്ടുണ്ട്. വലിയ രീതിയിൽ അവിടുത്തെ ഒരു ജനങ്ങൾ ഏറ്റെടുത്തു. അല്ല, ജൻസിയൊക്കെ വലിയ തോതിൽ ഏറ്റെടുത്തു. പക്ഷെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരു കാര്യങ്ങളിലൊന്നും ഇദ്ദേഹം ഒരു വിമർശനവും കേജ്രിവാളിന്റെ മദ്യനയ കേസിൽ അദ്ദേഹത്തെ വിടുതൽ ചെയ്തിട്ടും അതൊരു ഗൂഢാലോചനയാണ് എന്നുള്ളതിലേക്ക് പരാമർശങ്ങൾ ഉണ്ടായിട്ടും അദ്ദേഹം പ്രതികരണം നടത്തിയില്ല. പിന്നെ അതെന്തുകൊണ്ടായിരിക്കും അദ്ദേഹം ആ ഒരു കാലഘട്ടത്തിലും അദ്ദേഹം ഇതൊക്കെ തീരുമാനിച്ചു? അല്ല, അവര് വളരെ കൃത്യമായി ബി ജെ പിക്കെതിരെ അദ്ദേഹം ഒരു അറ്റാക്ക് നടത്തിയിട്ടില്ല.